ബൈബിൾ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലാണ് മൽക്കിസേദേക്ക് എന്ന കഥാപാത്രം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ശാലേം രാജാവായ മൽക്കിസേദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് ആദ്യ പരാമർശം. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവനെന്നാണ് നാം വായിക്കുന്നത്. മൽക്കിസേദേക്ക് എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം തന്നെ നീതിമാനായ രാജാവ് എന്നാണ്. എൻ്റെ രാജാവ് നീതിമാനാണ് എന്ന അർത്ഥവുമുണ്ട്. ഒരേ സമയം രാജാവും പുരോഹിതനുമായ അദ്ദേഹം പിൽക്കാലം വരാനിരിക്കുന്ന മശിഹയിലേക്കുള്ള അഥവാ ക്രിസ്തുവിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം മൽക്കിസേദേക്ക് എന്ന പേര് നാം കാണുന്നത് ഒരു നോവലിലാണ്. ബ്രസീലിൽ നിന്നുള്ള നോവലിസ്റ്റ് പൗലോ കൊയ്ലോയുടെ അതിപ്രശസ്തമായ ദി ആൽക്കെമിസ്റ്റ് എന്ന നോവലിൽ. പോർച്ചുഗീസ് ഭാഷയിൽ എഴുതപ്പെട്ട ഈ നോവൽ 1988 പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 15 കോടിയിലേറെ കോപ്പികൾ വിറ്റഴിഞ്ഞു. സ്പെയിനിലെ ടറീഫ നഗരത്തിൽ ജീവിക്കുന്ന ഒരു വൃദ്ധനാണ് നോവലിലെ മൽക്കിസേദേക്ക്. അപ്പോഴും അദ്ദേഹത്തിനുള്ളത് ബൈബിളിലെ അതേ മേൽവിലാസം തന്നെയാണ്, ശാലേമിലെ രാജാവ്. ആൽക്കെമിസ്റ്റിൽ മെൽക്കിസേദേക്ക് ചെറിയൊരു കഥാപാത്രമാണെങ്കിലും നോവലിലെ നായകനായ സാന്റിയാഗോയെ ഇത്രയേറെ സ്വാധീനിക്കുന്ന മറ്റൊരാളില്ല. സാന്റിയാഗോയുടെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ വഴികാട്ടിയാകുന്നത് മൽക്കിസേദേക്കാണ്. നോവലിലെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളുടെ സൂക്ഷിപ്പുകാരനാണ് ഈ വൃദ്ധൻ എന്ന് പറയാം. നോവലിൽ മാംസരക്തങ്ങളുടെ കഥാപാത്രമാണെങ്കിലും അടിസ്ഥാനപരമായി താനൊരു ആശയമോ പ്രതീകമോ ആണെന്ന് മൽക്കിസേദേക്ക് തന്നെ പറയുന്നുണ്ട്. ജീവിതത്തിൽ തെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരുന്ന ഘട്ടങ്ങളിൽ സ്വന്തം മനസ്സ് വരച്ചിടുന്ന വഴിയിലേക്ക് തിരിയാൻ ഓരോരുത്തരെയും ഉള്ളിലിരുന്ന് പ്രേരിപ്പിക്കുന്ന ശക്തിയുടെ പ്രതീകമാണ് ഈ കഥാപാത്രം. ഉൾജ്ഞാനത്തിൻ്റെ ആ ദിശാസൂചി. മൽക്കിസേദേക്ക് എന്ന് പേരുണ്ടാവണമെന്നില്ലെങ്കിലും ശരികളെപ്പറ്റി ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അദൃശ്യ രാജാവ് ഓരോരുത്തരോടുമൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചാരവും ആ രാജാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളും നാം തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം.